റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുദ്ധത്തടവുകാരെ കൊണ്ടുവന്ന സമയത്ത് കൂട്ടത്തിലൊരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തേടി പരക്കം പായുകയായിരുന്നു. കുഞ്ഞിനെ കണ്ടുകിട്ടിയപ്പോൾ അവൾ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുലയൂട്ടി. ഇത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല എന്ന് അവർ മറുപടി നൽകി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ മാതാവിന് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹുവിന് തൻ്റെ ദാസന്മാരോടുണ്ട്. ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്, തെറ്റ് ചെയ്താൽ കുറ്റം കിട്ടും, പടച്ചവൻ നരകത്തിലിടും, ഇഹലോകത്തും പരലോകത്തും ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ. ഇങ്ങനെ പടച്ചവനെ എന്തോ ഒരു ഭീകരനായി ചിത്രീകരിച്ച് ശിക്ഷകനായി മാത്രം കാണുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിനുണ്ട്. കുറച്ച് പണം കടമായി നൽകുന്നവനോട് മനസ്സിലൊരു സ്നേഹം തോന്നാറില്ലേ? ശമ്പളം കൂട്ടിക്കിട്ടിയാൽ മുതലാളിയോട് ബഹുമാനം തോന്നാറില്ലേ? പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റൊക്കെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയാറില്ലേ? അവരോടുള്ള മുഹബ്ബത്ത് കൂടാറില്ലേ? ജീവിതത്തിലുടനീളം അനുഗ്രഹങ്ങളുടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുന്ന റബ്ബിനെ ഓർത്ത് എപ്പോഴെങ്കിലും കണ്ണു നിറഞ്ഞിട്ടുണ്ടോ? റബ്ബോട് ഹുബ്ബ് തോന്നാറുണ്ടോ? ഒരു ഉമ്മക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹത്തേക്കാൾ പടച്ചവന് നമ്മളോടുണ്ട്. ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അള്ളാഹുവിനെ ഒരു ശിക്ഷകൻ എന്നതിലുപരി നമ്മെ സ്നേഹിക്കുന്നവനായി കാണണം. ശിക്ഷയെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് പടച്ചവനോടുള്ള മുഹബ്ബത്ത് കൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന റബ്ബിനെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കുമെന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ കരുണയിൽ, റഹമത്തിൽ പ്രതീക്ഷ കൈവിടരുത്. അവൻ മാപ്പ് നൽകാൻ കാത്തിരിക്കുന്നവനാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചു തുടങ്ങിയാൽ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ലഘുവായി തോന്നും. കാരണം നമ്മൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന ബോധ്യം നമുക്കുണ്ടാവും. അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം തന്നെ എന്താണ്? അൽ വദൂദ്, അഥവാ അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ. ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം ഇഷ്ടമാണ് അള്ളാഹുവിന് നമ്മെ. ആ ഇഷ്ടം തിരിച്ചും വേണം. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു പറയുന്നു, എൻ്റെ ദാസൻ കടമകളിലൂടെ എന്നോട് അടുക്കുന്നതിനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നും എനിക്കില്ല. അതിനുശേഷം അവൻ അധിക നമസ്കാരങ്ങളിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയും എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിച്ചാൽ അവൻ കേൾക്കുന്ന കാതും അവൻ കാണുന്ന കണ്ണും അവൻ പിടിക്കുന്ന കൈയും അവൻ നടക്കാൻ ഉപയോഗിക്കുന്ന കാലും ഒക്കെ ഞാനായിത്തീരും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാനത് നൽകും. സംരക്ഷണം തേടിയാൽ ഞാനത് നൽകുകയും ചെയ്യും. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിനങ്ങളിൽ റബ്ബിൻ്റെ കൽപ്പനകളനുസരിച്ച് റബ്ബോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.